ഇന്ന് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ. ഓക്കെ, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസ് ഓപ്പറേറ്ററും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ് ഓപ്പറേറ്ററും. ഈ ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഒരു 1+1 കൂടും. ഡിക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ -1 കുറയും. ഓക്കെ, ഇറ്റ് ഇസ് -1 കുറയും 1 കൂടുകയും ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ഇത്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മുടെ ഇൻറ്റിജർ വേരിയബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ വരുന്നതെങ്കിൽ ഒരു രീതിയിലും നമ്മുടെ വേരിയബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ വേറൊരു രീതിയിലുമാണ് നമ്മുടെ ഇവിടുത്തെ ഇവാലുവേഷൻ നടക്കുന്നത്. സോ അത് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളത് സ്വാഭാവികമായിട്ട് തെറ്റിപ്പോവാറുണ്ട്. സോ അതെങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞുതരാം. ഒരു ആദ്യത്തെ എക്സാമ്പിൾ, ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 3. ഇത് എന്താ എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 3 ആണ്. അത് സിമ്പിൾ മീനിങ്. ഓക്കെ, അടുത്ത ഇൻറ്റ് ബി ഈസ് ഈക്വൽ ടു ബി വേരിയബിളിന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ++a എന്നാണ്. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു a+1. അത് മീനിങ് ആണ് എ ഈസ് ഈക്വൽ ടു a+1. പക്ഷേ നമ്മുടെ കമ്പൈലർ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിഫിക്സിൽ ++ വന്നാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കും ഇവിടെ. ദാറ്റ് ഈസ് വാട്ട് എവർ ദ വാല്യൂ ഓഫ് എ, അതിൻ്റെ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നടത്തിയിട്ട് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് മാത്രം എ ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ എയുടെ വാല്യൂ 3 ആണ്. ബിഫോർ, അതായത് ഇനിഷ്യൽ എ ഈസ് ഈക്വൽ ടു 3. എ പ്രിൻ്റ് ചെയ്യും, പക്ഷേ എ ഇവിടെ കൊടുത്തിട്ട് ഈ വാല്യൂ വിൽ ബി സ്റ്റോർഡ് ഇൻ ഇൻറ്റിജർ ബി. പക്ഷേ ഈ ഇനീഷ്യലൈസേഷൻ, അതായത് ഈ ഈക്വൽ ടു അസൈൻമെൻറ്റിന് മുമ്പ് ഒരു കാര്യം ഇവിടെ നടക്കും. ദാറ്റ് ഇസ് ++ ഓപ്പറേഷൻ, ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ വിൽ ബി ഡൺ ഹിയർ. അതായത് എ എന്നുള്ളത് 3+1 എന്നായിട്ട് എയുടെ വാല്യൂ 4 ആവും. 4 ആയിട്ട് വാട്ട് വിൽ ഹാപ്പൻ, എ ഈസ് ഇൻക്രിമെൻറ്റഡ് ബിഫോർ ഇറ്റ്സ് വാല്യൂ ഈസ് അസൈൻ ടു ബി. ബിയിലോട്ട് കൊടുക്കുന്നതിന് മുന്നേ എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിട്ട് ഇതെന്തോ ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊരു മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുമല്ലേ. എ ഈസ് ഈക്വൽ ടു 4 എന്നായി കഴിഞ്ഞു. സോ ഇനി നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത് എ ഈസ് ഈക്വൽ ടു 4 വാല്യൂ വിൽ ബി അസൈൻ ടു ബി. സോ പ്രിഫിക്സിൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ദ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ വിൽ ബി ഡൺ. ആദ്യം ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ഇവിടെ നടന്നതിന് ശേഷം മാത്രമേ എയുടെ വാല്യൂ ബിയിൽ സ്റ്റോർ ആകത്തുള്ളൂ. അടുത്ത വേറെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇൻറ്റിജർ ഇൻറ്റ് സി ഈസ് ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ സി ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. അതിൽ ആദ്യമായിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ 3 ആണ്, 3. ഇനി ഇൻറ്റ് ഡി ഈസ് ഈക്വൽ ടു C++. ഇതെന്താ മീൻ ചെയ്യുന്നത്? ദിസ് ഇസ് പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ. പോസ്റ്റ് ഫിക്സ് എന്ന് വെച്ചാൽ വേരിയബിളിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രം ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നതാണ് പോസ്റ്റ് ഫിക്സ്. നേരത്തെ നമ്മൾ കണ്ടത് വേരിയബിളിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നതാണ് ഇറ്റ് ഇസ് പ്രിഫിക്സ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ എന്ത് സംഭവിക്കും? സിയുടെ വാല്യൂ, സി ആദ്യം ഇവിടെ സംഭവിക്കുന്നത് സി ഡിയിൽ അസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ആദ്യം ഇറ്റ് ഇസ് ഗിവൺ എ C++. So first we have to assign the value of C in D, then increment the value to C is equal to C+1, that is C+1, 3+1 is 4. Now it is C, 3 will be stored in D. അതിനുശേഷം മെമ്മറിയിൽ എന്താവും എന്ന് വെച്ചാൽ ആദ്യം C3 ആയിരുന്നു, അതിനുശേഷം അത് ഡിയിൽ അസൈൻ ചെയ്തതിന് ശേഷം സിയുടെ വാല്യൂ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ടു 4. അതായിരിക്കും ഫൈനൽ വാല്യൂ ഓഫ് C. So C is 4 and but D is 3. That is the answer. Next question, m is equal to 7. m ൻ്റെ വാല്യൂ 7 ആണ്. ഇപ്പോൾ ഇൻറ്റിജർ n is equal to -m എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിഫിക്സ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇതെന്താ മീൻ ചെയ്യുന്നത്? ആദ്യം --- വന്നാൽ ആദ്യം എമ്മിൻ്റെ വാല്യൂ എന്താണോ അത് ഒരെണ്ണം മൈനസ് ചെയ്ത്, അതായത് 1 കുറച്ച ശേഷം അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് ആ വാല്യൂ വിൽ ബി അസൈൻ ടു n. ഓക്കെ, ഇവിടെ എന്തായി? m is 7 ആദ്യം ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ചെയ്യണം. m-1 ചെയ്തു, അപ്പോൾ അത് 6 ആയി. 6 എന്ന് പറഞ്ഞ വാല്യൂ എമ്മിൽ സ്റ്റോറായി. ആ വാല്യൂ വിൽ ബി അസൈൻ ടു n. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണോ എമ്മിൽ വാല്യൂ വരുന്നത്, 7 - 1 6 അതേ വരും. കാരണം ഇതൊരു പ്രിഫിക്സ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആയിപ്പോയി. ഓക്കെ, അതേപോലെയാണ് ഇവിടെ ഇതെന്താ? ഇത് പോസ്റ്റ് ഫിക്സ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ.
കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ. ആദ്യം എം എന്നിൽ അസൈൻ ചെയ്യും, അതിന് ശേഷം മാത്രം ഡിക്രിമെൻറ്റ് ചെയ്യും. സിമ്പിൾ. ആദ്യം എമ്മിൻ്റെ വാല്യൂ എത്ര? 7. സോ ഇപ്പോൾ എൻ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് 7 എന്നും എം പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് m-1 6 എന്നുമായിരിക്കും. സോ പോസ്റ്റ് ഫിക്സ്, പ്രിഫിക്സ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ തെറ്റും. ഓക്കെ.